അയ്യപ്പൻകോവിൽ വിനോദസഞ്ചാരത്തെ അട്ടിമറിക്കുന്നതായി ആരോപണം. അണക്കെട്ട് സുരക്ഷാ വിഭാഗമാണ് വിനോദസഞ്ചാരത്തിന് വിലങ്ങുതടി. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശൗചാലയത്തിന് വൈദ്യുതി നൽകരുതെന്നും പ്രവർത്തനാനുമതി നൽകരുതെന്നും കയ്യേറ്റ ഭൂമിയിലാണ് നിർമ്മിതിയെന്നും റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ കോപ്പി ഇടുക്കി വിഷന് ലഭിച്ചു. പ്രകൃതി രമണീയമായ പ്രദേശമാണ് അയ്യപ്പൻകോവിൽ തൂക്കുപാലം. ഇവിടേക്ക് അവധിക്കാലത്തും അല്ലാത്തപ്പോഴും വലിയ രീതിയിലാണ് വിനോദസഞ്ചാരികൾ എത്തുന്നത്. എന്നാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പ്രാഥമിക കൃത്യം നടത്താൻ സൗകര്യമുണ്ടായിരുന്നില്ല. ഇതിന് പരിഹാരം കാണാനാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വ മിഷന്റെ സഹായത്തോടെ ഇവിടെ ശൗചാലയം നിർമ്മിച്ചത്. കെട്ടിടം പണി പൂർത്തിയായതോടെ കെട്ടിടം കയ്യേറ്റ ഭൂമിയിലാണ് നിർമ്മിച്ചതെന്നും ഇതിന് പ്രവർത്തനാനുമതി നൽകരുതെന്നും വൈദ്യുതി നൽകരുതെന്നും കാണിച്ച് ഡാം സേഫ്റ്റി എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അനുബന്ധിച്ചുള്ള ഒരു ശൗചാലയം കട്ടപ്പന ബ്ലോക്കിൻ്റെ കീഴിൽ പണി നിർമ്മിച്ചു. പണികളെല്ലാം പൂർത്തിയായി. എന്നാൽ അതിന് കറണ്ട് കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള അനുമതി ഡാം സേഫ്റ്റി അതോറിറ്റി അത് കൊടുക്കുന്നില്ല. അയ്യപ്പൻകോവിൽ ടൂറിസത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിരവധിയായ ആളുകൾ ആ പാലം കാണുവാനും ആ പ്രദേശം കാണുവാനും എത്തുമ്പോൾ അവർക്ക് അവിടെ വരുന്ന ആളുകൾക്ക് ഒരു ശൗചാലയം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അത് വാഴത്തോപ്പിൽ നിന്നും ഡാം സേഫ്റ്റി എഞ്ചിനീയർക്ക് കൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ അനുമതി കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് തികച്ചും ഈ നാടിനോട് ചെയ്യുന്ന ക്രൂരതയാണ്, അനീതിയാണ്. ഇവിടെ വരുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ അതിനുള്ള അനുമതി നൽകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അണക്കെട്ട് സുരക്ഷാ വിഭാഗം അഞ്ചുരുളിയെ തകർക്കാൻ ശ്രമിക്കുന്നത് പോലെ തൂക്കുപാലത്തെയും തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ചീഫ് എഞ്ചിനീയർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ കോപ്പി ഇടുക്കി വിഷനിൽ ലഭിക്കുകയും ചെയ്തു. സർക്കാർ ഖജനാവിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശൗചാലയം നിർമ്മിച്ചത്. ഇത് പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകുകയും അണക്കെട്ട് സുരക്ഷാ വിഭാഗത്തിന്റെ വിനോദസഞ്ചാരത്തെ തകർക്കുന്ന നിലപാട് അവസാനിപ്പിക്കാൻ സർക്കാർ നടപടിയും ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.